കാലാവസ്ഥ വിശേഷങ്ങളുമായി ആതിര സരസ്വതുണ്ട് എനിക്കിപ്പം. ആതിര, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് കാലാവസ്ഥ? ഗുഡ് മോർണിംഗ് സേതു. എന്തായാലും പ്രേക്ഷകരെ ഇന്നത്തെ കാലാവസ്ഥാ വിവരങ്ങൾ അറിയണ്ടേ. സ്കൈ വാച്ചിലേക്ക് സ്വാഗതം. ആദ്യം മാപ്പ് പരിശോധിച്ചാൽ ഇന്നും മഴ മുന്നറിയിപ്പൊന്നുമില്ലാത്ത ഒരു ദിവസം തന്നെയാണ്. കുറേ ദിവസങ്ങളായിട്ടൊക്കെ തന്നെ അത്തരത്തിലൊരു ശാന്തമായ ഒരു മാപ്പായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇന്നും അത്തരത്തിലാണ്. മഴ മുന്നറിയിപ്പുകളൊന്നുമില്ല. നിലവിൽ മുന്നറിയിപ്പൊന്നുമില്ലെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും ഈ മുന്നറിയിപ്പുകളൊക്കെ മാറാം. എന്നാൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇടിയും മിന്നലുമൊക്കെ ഉള്ളപ്പോൾ കൃത്യമായി പാലിക്കുക, മുൻകരുതലുകൾ കൃത്യമായി പാലിക്കുക. കഴിഞ്ഞ ആഴ്ച പെയ്ത മഴക്കണക്ക് പരിശോധിച്ചാൽ സെപ്റ്റംബർ 25 മുതൽ ഒക്ടോബർ 1 വരെ കേരളത്തിൽ പെയ്ത മഴ 91.7 മില്ലിമീറ്റർ മഴയാണ്. ശരാശരി ലഭിക്കേണ്ട മഴ 60 മില്ലിമീറ്ററാണ്. എന്നാലും അധിക മഴയാണ് കഴിഞ്ഞ ആഴ്ച ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച 5 ജില്ലകളിൽ വലിയ അളവിൽ മഴ ലഭിച്ചിട്ടുണ്ട്. 6 ജില്ലകളിൽ അധിക തോതിൽ മഴ ലഭിച്ചിട്ടുണ്ട്. 3 ജില്ലകളിൽ സാധാരണ രീതിയിലാണ് മഴ ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ആഴ്ച ചില പ്രദേശങ്ങളിൽ ലഭിക്കുന്ന ആകെ മഴ ശരാശരിയിലും കുറവായിരിക്കും. അതേസമയം വടക്കൻ കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ അളവ് കൂടുതലായിരിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. നിലവിൽ മുന്നറിയിപ്പൊന്നുമില്ലെങ്കിലും ഇനി മഴ സജീവമാകുന്ന ദിവസങ്ങളൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ്. താപനില പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് 33 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില. കൊച്ചിയിലേക്ക് എത്തുമ്പോൾ 31 ഡിഗ്രി സെൽഷ്യസ് ആണ് കൂടിയ താപനില. മൂന്നാറിൽ 23 ഡിഗ്രി സെൽഷ്യസ് ആണ് കൂടിയ താപനില. കോഴിക്കോട് 31 ഡിഗ്രി സെൽഷ്യസ് ആണ് കൂടിയ താപനില. അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ കാലാവസ്ഥാ വിവരങ്ങൾ. നിലവിൽ മഴ മുന്നറിയിപ്പ് ഒന്നുമില്ല എന്നുള്ളതാണ്.